ഹായ് ഓൾ. സോ ഓപ്ഷൻ ട്രേഡിംഗ് സീരീസിൽ ഓൾറെഡി നമ്മൾ എന്താണ് ഓപ്ഷൻ ട്രേഡിംഗ്, അതിൻ്റെ പിന്നിലുള്ള ബിസിനസ് എന്താണ് ഓപ്ഷൻ ബൈയിങ്, ഇതെല്ലാം പറ്റി സംസാരിച്ചു. സോ എങ്കിൽ അടുത്ത് നമുക്കിനി ബേസിക് ടേം ആയിട്ടുള്ള ഓപ്ഷൻ ഗ്രീക്സ് എന്താണെന്നാണ് പഠിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, ഇൻഡെക്സ് അല്ലെങ്കിൽ അണ്ടർലൈങ് അസറ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നു. അവിടെ ഒരു ട്രേഡ് പോസിബിൾ ആകുന്നു, നമ്മൾ ആ ട്രേഡ് എടുക്കുന്നു. എന്നാൽ ഈ പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് പ്രീമിയം എത്ര മൂവ് ചെയ്യാം, അണ്ടർലൈങ് അസറ്റ് എത്ര പോയിൻറ്റ് മൂവ് ചെയ്താൽ പ്രീമിയം എത്ര പോയിൻറ്റ് മൂവ് ചെയ്യാനും, അതേപോലെ തന്നെ അണ്ടർലൈങ് അസറ്റ് മൂവ് ചെയ്തിട്ടും പ്രീമിയം ഒരുപാട് മൂവ് ചെയ്യാത്തതിൻ്റെ റീസൺ, ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓപ്ഷൻ ഗ്രീക്സിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ നമുക്കിനി ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഫോർ ട്രേഡ് മലയാളം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഗ്രീക്സിൽ മൊത്തത്തിലൊരു 4 ടൈപ്പ് ഓപ്ഷൻ ഗ്രീക്സ് ഉണ്ട്. അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയുണ്ട്? ഡെൽറ്റ ഉണ്ട്, ഗാമ ഉണ്ട്, തീറ്റ ഉണ്ട്, വേഗ ഉണ്ട്. ഇതിൽ നമുക്ക് ഈ ഡെൽറ്റ, ഗാമ, തീറ്റ ഈ ഒരു 3 ടേമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേഗയെപ്പറ്റി നമ്മൾ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അതിന് എന്താണ് വേഗ എന്നുള്ളൊരു ബേസിക് ഒരു അവയർനെസ് മാത്രം നമുക്ക് ഉണ്ടായാൽ മതി. പക്ഷേ ഇതിൽ ഡെൽറ്റ നമുക്ക് മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം, ഗാമയും മനസ്സിലാക്കിയിരിക്കണം, തീറ്റയും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡെൽറ്റ എന്താണെന്ന് നോക്കാം. മെഷേഴ്സ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഓപ്ഷൻ പ്രീമിയം ബേസ്ഡ് ഓൺ ഡയറക്ഷണൽ മൂവ്മെൻറ്റ് ഓഫ് അണ്ടർലൈങ് അസറ്റ്. അതായത് നമ്മുടെ അണ്ടർലൈങ് അസറ്റ് ഡയറക്ഷണൽ മൂവ്മെൻറ്റ് മേളിലേക്കോ താഴേക്കോ മൂവ് ചെയ്യുമ്പോൾ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷൻ്റെയും പ്രീമിയത്തിന് എത്ര ചേഞ്ച് ഉണ്ടാകും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഡെൽറ്റയുടെ വില വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഗാമ നോക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൽറ്റ ഇറ്റ് സെൽഫ്. അതായത് ഈ ഡെൽറ്റ മൂവ് ചെയ്യുന്നതനുസരിച്ചാണല്ലോ പ്രീമിയത്തിൻ്റെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഡെൽറ്റ എത്ര മൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഗാമ എന്ന് പറയുന്ന ഫാക്ടറാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഓപ്ഷൻ ബയ്യർക്ക് എപ്പോഴും പേടി സ്വപ്നമായിട്ടുള്ളതും ഒരു ഓപ്ഷൻ സെല്ലറിൻ്റെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ തീറ്റയാണ്. അതായത് ഇമ്പാക്റ്റ് മെഷർമെൻറ്റ് ഓൺ പ്രീമിയം ബേസ്ഡ് ഓൺ ടൈം ലെഫ്റ്റ് ഫോർ എക്സ്പയറി. അതായത് ഇപ്പം അണ്ടർലൈങ് അസറ്റ് മേളിലേക്ക് മൂവ് ചെയ്താലും ഡെൽറ്റയുടെ ഇത് പോസിറ്റീവ് ആണെങ്കിൽ കൂടിയും നമുക്ക് അത്രയും മൂവ്മെൻറ്റ് ചില സമയത്ത് കിട്ടാറില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് തീറ്റയാണ്. അതായത് ഇപ്പോൾ അണ്ടർലൈങ് അസറ്റ് മൂവ് ചെയ്യാതെ ഒരു സൈഡ് വേസിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ്റെ വില, അതായത് പുട്ട് ഓപ്ഷൻ്റെയും കോൾ ഓപ്ഷൻ്റെയും വില നന്നായിട്ട് കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട്. ആ ഒരു കുറയുന്നതിൻ്റെ കാര്യം ഈ എക്സ്പയറിയോട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന തീറ്റ എന്ന് പറയുന്ന ഒരു എഫക്റ്റിൻ്റെ പ്രഭാവം മൂലമാണ്. സോ അതാണ് തീറ്റ എന്ന് പറയുന്നത്. ഇനി വേഗം എന്താണെന്ന് നോക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രീമിയം ബേസ്ഡ് ഓൺ ചേഞ്ച് ഇൻ വോളാറ്റിലിറ്റി. അതായത് വോളാറ്റിലിറ്റി വെച്ചിട്ട് ഈ ഡെൽറ്റയും ഗാമയും ഒന്നും അല്ലാണ്ട് തന്നെ പ്രീമിയത്തിൽ ചില ചേഞ്ചസ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം, ഈ വാർ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ഒക്കെ വരുന്ന സമയത്ത് പ്രീമിയം വളരെ കൂടുതലായിരിക്കും. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് ഈ ബഡ്ജറ്റിൻ്റെ സമയത്ത്, ഇലക്ഷൻ റിസൾട്ടിൻ്റെ സമയത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്കിന് അവിടെ വോളാറ്റിലിറ്റി വളരെ കൂടുതലാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് പ്രീമിയത്തിന് ഒരുപാട് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം വേഗ എന്ന് പറയുന്ന ഫാക്ടറിലാണ് അടങ്ങിയിരിക്കുന്നത്. സോ ഇത് 4ആണ് ബേസിക് ആയിട്ടുള്ള 4 ടൈപ്സ് ഓഫ് ഓപ്ഷൻ ഗ്രീക്സ്. നമുക്കിനി എല്ലാത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്നായി നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഡെൽറ്റ. നമുക്ക് അതിൻ്റെ ഒരു തിയറിറ്റിക്കൽ പാർട്ട് നോക്കാം. ഓപ്ഷൻ ഡെൽറ്റ സിംപ്ലി ടെൽസ് യു ഹൗ ആൻ ഓപ്ഷൻ കോൺട്രാക്ട് വിൽ റിയാക്ട് ടു പ്രൈസ് ചേഞ്ചസ് ഇൻ ഡിഫറൻറ്റ് മാർക്കറ്റ് സിനേറിയോസ്. ഇപ്പം മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകുമ്പം കോൾ ഓപ്ഷൻ്റെ വില കൂടുന്നു, മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ പുട്ട് ഓപ്ഷൻ്റെ വില കൂടുന്നു. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എത്രമാത്രം മൂവ് ചെയ്യുമ്പോൾ ഈ കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും വില എത്രമാത്രം മൂവ് ചെയ്യുന്നു എന്നതിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഡെൽറ്റയുടെ വാല്യൂവിനെയാണ് ഉപയോഗിക്കുക. സോ ഡെൽറ്റ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. കോൾ ഓപ്ഷൻസ് ഹാവ് എ പോസിറ്റീവ് ഡെൽറ്റ ബിറ്റ്വീൻ 0 and 1 വൈൽ പുട്ട് ഓപ്ഷൻസ് ഹാവ് എ നെഗറ്റീവ് ഡെൽറ്റ ബിറ്റ്വീൻ 0 and 1. അപ്പോൾ നമുക്ക് ഈ ഡെൽറ്റയുടെ വാല്യൂ നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന നിഫ്റ്റിയുടെ ഒരു ചാർട്ട്, നിഫ്റ്റിയുടെ ഒരു ഓപ്ഷൻ്റെ ചെയിനാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അറ്റ് ദ മണി 24,600 നിൽക്കുന്ന അറ്റ് ദ മണിയിൽ എത്ര ഡെൽറ്റ ഉണ്ട്? ഇതാ ഇവിടെ നമുക്ക് ഡെൽറ്റയുടെ വാല്യൂ കാണാം, 0.56. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് നിഫ്റ്റി 1 പോയിന്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്താൽ ഈ കോൾ ഓപ്ഷൻ്റെ ഡെൽറ്റ 0.5 പോയിന്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പുട്ട് ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു 24,600 നിൽക്കുന്ന മാർക്കറ്റ് 1 പോയിന്റ് താഴേക്ക് മൂവ് ചെയ്താൽ ഈ ഒരു പ്രീമിയം, അതായത് ഈ പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം 0.4 പോയിന്റ്സ് താഴെ മേളിലേക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്.
ഇപ്പം നമുക്കതിന് പല പല ഡെൽറ്റാസിൻ്റെ വാല്യൂ കാണാം. അതായത് ITMലേക്ക് പോകുന്തോറും ഈ ഡെൽറ്റയുടെ വാല്യൂ വളരെ കൂടുതലായിരിക്കും, അവിടെ പ്രീമിയത്തിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. അതേപോലെ പുട്ട് ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ITMലേക്ക് പോകുന്തോറും ഡെൽറ്റയുടെ വാല്യൂ കൂടുകയും ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോകുന്തോറും ഡെൽറ്റയുടെ വാല്യൂ കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഇപ്പം 24,600 നിൽക്കുന്ന മാർക്കറ്റ് 24,700 പോവുകയാണെങ്കിൽ ഈ 24,600 എന്ന് പറയുന്ന ഈ ഒരു പ്രീമിയത്തിന് 0.5, അതായത് 0.5 100 പോയിന്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ 56 പോയിന്റ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ സമയത്ത് 24,550 എന്ന് പറയുന്ന ഈ ഒരു ഇൻ ദ മണി 65 പോയിന്റ് മൂവ് ചെയ്യാനും മേളിലേക്ക് പോകുന്തോറും ഡീപ്പ് ഇൻ ദ മണിയിലേക്ക് പോകുന്തോറും 89 പോയിന്റ് വരെയും നമുക്ക് ഈ ഒരു പ്രീമിയം മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഡെൽറ്റയുടെ വാല്യൂ സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് എത്രത്തോളം മൂവ് ചെയ്യുന്നോ അതിന് പ്രീമിയം എത്ര പോയിന്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളൊരു കാൽക്കുലേഷനാണ്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. For example, Nifty trading at 24,500 has at the money call option of 100 with delta of 0.5. അതായത് ഇപ്പോൾ നിഫ്റ്റി 24,500 ട്രേഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു അറ്റ് ദ മണി കോൾ ഓപ്ഷന് 100 രൂപ വിലയുണ്ട്. അതിൻ്റെ ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ് എന്നിരിക്കെ ഇഫ് നിഫ്റ്റി മൂവ്സ് 50 പോയിൻറ്റ്സ് അപ്സൈഡ് ദെൻ CE വാല്യൂ മൂവ്മെൻറ്റ് വുഡ് ബി, അതായത് ഇപ്പോൾ നിഫ്റ്റി അവിടെ നിന്ന് ഒരു 50 പോയിന്റ് മൂവ് ചെയ്ത് 24,550 എത്തി. നമ്മളിതൊരു കോൾ ഓപ്ഷൻ്റെ എക്സാമ്പിളാണ് നോക്കുന്നത്. സോ നിഫ്റ്റി 24,500 നിന്നും 50 പോയിന്റ് മൂവ് ചെയ്ത് 24,550 എത്തി നിൽക്കുമ്പോൾ ഈ അറ്റ് ദ മണി കോൾ ഓപ്ഷൻ ആയ ഈ ഒരു സ്ട്രൈക്കിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് 50 ഇൻറ്റു ഈ നമ്മുടെ ഡെൽറ്റ വാല്യൂ, അതായത് 50 ഇൻറ്റു 0.5 ഈസിക്കൽ ടു 25. അതായത് 100 രൂപ എന്ന് പറയുന്ന പ്രീമിയം എത്രയിലേക്ക് മാറും? 125 മാറും. അപ്പോൾ ആ 25 പോയിൻ്റാണ് നമ്മുടെ പ്രോഫിറ്റ്. സോ നിങ്ങൾക്ക് ആ കണക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നിഫ്റ്റി 50 പോയിന്റ് മൂവ് ചെയ്തപ്പോൾ 0.5 ഡെൽറ്റ ഉള്ള പ്രീമിയം എത്ര പോയിന്റ് മൂവ് ചെയ്യും? 50 ഇൻറ്റു 0.5, അതായത് 25 പോയിന്റ്. സോ നിഫ്റ്റി 50 പോയിന്റ് മൂവ് ചെയ്തപ്പം ഈ പ്രീമിയം 25 പോയിന്റ് മൂവ് ചെയ്തിട്ട് 125 എത്തി. സോ ഈ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ പ്രീമിയത്തിനെ നമുക്ക് ഒരു റഫായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിത് റഫ് എന്ന് പറയാനുള്ളൊരു റീസൺ ഉണ്ട്. അത് നമുക്ക് അടുത്തത് ഗാമ പഠിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ റഫ് എന്ന് പറയാനുള്ള കാരണമെന്ന് പറയാം. പക്ഷേ ഇത് എക്സാക്റ്റ് 125 ആവില്ല. നമുക്കൊരു ചെറിയൊരു കാൽക്കുലേഷൻ നമുക്ക് നടത്താം. ഇത്ര പോയിന്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നൊരു കാൽക്കുലേഷൻ നടത്താം. ഇനി ഇതിൻ്റെ ശരിക്കുള്ള മൂവ്മെൻറ്റ് അറിയണമെങ്കിൽ നമുക്ക് ഡെൽറ്റ നോക്കണം. സോ നമുക്ക് ഗാമ നോക്കണം, അപ്പോൾ നമുക്ക് ഗാമ എന്താ നോക്കാം. ഗാമ മെഷേഴ്സ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൽറ്റ. അപ്പോൾ ഈ ഡെൽറ്റയുടെ ചേഞ്ച്, അതായത് നിങ്ങൾക്കറിയാം ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം 24,600 നിൽക്കുന്ന സമയത്ത് ഈ 24,600 എന്ന് പറയുന്നതായിരുന്നു ഇതിൻ്റെ അറ്റ് ദ മണി. മാർക്കറ്റ് ഒരു 200 പോയിന്റ് മൂവ് ചെയ്യാന്നിരിക്കട്ടെ, 24,800 നിൽക്കുകയാണെങ്കിൽ ഈ 24,600 എന്ന് പറഞ്ഞാൽ എന്താവും? അത് ഇൻ ദ മണി ആയി മാറും. അപ്പോൾ ആ ഇൻ ദ മണിക്ക് എന്ത് സംഭവിക്കും? ഡെൽറ്റയുടെ വാല്യൂവിലും ചേഞ്ച് സംഭവിക്കും. അപ്പോൾ നമുക്ക് ഈ 0.56 വെച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാര്യം വ്യത്യാസമുണ്ട്. കാര്യം ഡെൽറ്റയുടെ വാല്യൂ ആ സമയത്ത് വളരെ കൂടുതലായിരിക്കും ഇവിടെ ഉണ്ടാകുക. അപ്പം പ്രീമിയത്തിന് കുറച്ചും കൂടെ മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിനെ നമുക്ക് ഈ ഡെൽറ്റ വെച്ച് ഗാമ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഗാമ ഈസ് ഓൾവേസ് പോസിറ്റീവ് നമ്പർ ഫോർ ബോത്ത് കോൾ ഓപ്ഷൻ ആൻഡ് പുട്ട് ഓപ്ഷൻ. വെൻ യു ബൈ ഓപ്ഷൻസ് യു ആർ ലോങ് ഗാമ. വെൻ യു സെൽ ഓപ്ഷൻസ് യു ആർ ഷോർട്ട് ഗാമ. അവോയ്ഡ് ഷോർട്ടിങ് ഓപ്ഷൻസ് വിച്ച് ഹാവ് എ ലാർജ് ഗാമ. സോ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഒരു ഓപ്ഷൻ ബയ്യർ ആണെങ്കിൽ ഗാമ കൂടിയ സ്ട്രൈക്കുകൾ ഏതാണെന്ന് നോക്കിയിട്ട് ആ ഒരു സ്ട്രൈക്കിൽ വേണം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട്. കാര്യം അവിടെയാണ് നമ്മുടെ ഫേവറിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പ്രീമിയം കളക്ട് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പ്രൈസ് മൂവ് ചെയ്താൽ എക്സാക്റ്റ് നമുക്ക് എത്ര രൂപ നമ്മുടെ പ്രീമിയത്തിൽ ഉണ്ടാവും എന്നൊരു കണക്ക് നമുക്ക് നോക്കാം. ഇവിടെ ഞാനിപ്പം നിഫ്റ്റിയുടെ ഒരു എക്സാമ്പിൾ എടുത്തേക്കാണ്. സ്പോട്ട് പ്രൈസ് 24,600. സോ നിഫ്റ്റി 24,600 നിൽക്കുന്നത്. അപ്പം നമുക്കൊരു എന്തിൻ്റെ ബേസിസിലായാലും നമുക്കൊരു ടാർഗറ്റ് കിട്ടി. നിഫ്റ്റി 24,800 വരെ പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമ്മളൊരു കോൾ ഓപ്ഷൻ വാങ്ങുന്നു. നമ്മൾ ഏത് കോൾ ഓപ്ഷൻ വാങ്ങുന്നു? 24,650 കോൾ ഓപ്ഷൻ. അതായത് അതിനിപ്പം 59.45 രൂപ വിലയുണ്ട്. ഇതിനെ നമ്മൾ ബൈ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഈ നിഫ്റ്റി 24,800 വരെ എത്തുമ്പോൾ നമുക്ക് ഈ ഒരു പ്രീമിയം എത്ര രൂപയിൽ എത്തി നിൽക്കാം എന്ന് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അതിനെ നമുക്കൊരിക്കലും അതേ ഇൻറ്റു ഈ 0.45 ഇൻറ്റു 200 നോക്കിയാൽ, അതായത് പ്രീമിയം ടാർഗറ്റ് 200 ഇൻറ്റു 0.45 നമ്മൾ റഫായിട്ട് എടുക്കുന്ന ഒരു ഫിഗറാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 0.45 ഇൻറ്റു 200, അതായത് 90 പോയിന്റ് നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊരു റഫ് ഫിഗർ കിട്ടി. പക്ഷേ ശരിക്കും ഇതല്ല അവിടെ നമുക്ക് കിട്ടേണ്ട വാല്യൂ. അതിന് നമുക്ക് ഗാമയുടെ കാൽക്കുലേഷൻ വെച്ചിട്ട് എക്സാക്റ്റ് നമുക്ക് എത്ര കിട്ടുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ കാൽക്കുലേഷൻ എന്താണെന്ന് നോക്കാം.
ഗാമ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ടാർഗറ്റ് പ്രീമിയം പ്ലസ് ബൈ പ്രീമിയം, അതായത് നമ്മുടെ ടാർഗറ്റ് പ്രീമിയം എത്രയാണ്, നമ്മളിവിടെ പ്രീമിയം ടാർഗറ്റ് എത്ര എടുത്തേക്കുന്നത് 90. സോ 90 പ്ലസ് ബൈ പ്രീമിയം, നമ്മൾ ബൈ ചെയ്ത പ്രീമിയം എത്രയാണ് 59.45. സോ നമുക്ക് കിട്ടി 149.45. അതേ ഇൻറ്റു ഗാമ വാല്യൂ. സോ ഇതിൻ്റെ ഗാമ വാല്യൂ എത്ര, നമ്മൾ എടുത്ത സ്ട്രൈക്കിൻ്റെ ഗാമ വാല്യൂ ഇതാ ഇവിടെ നമുക്ക് ഗാമയുടെ വാല്യൂ ആണ് ഇവിടെ കാണിക്കുന്നത് 0.0022. സോ ആ ഒരു പ്രീമിയം 149.45 ഇൻറ്റു 0.0022 ഈസിക്കൽ ടു 0.3287 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടി. അതേ പ്ലസ് ഓൾഡ് ഡെൽറ്റ വാല്യൂ. സോ ഓൾഡ് ഡെൽറ്റ വാല്യൂ എന്താണ്, നമ്മൾ എടുത്ത സ്ട്രൈക്കിൻ്റെ ഓൾഡ് ഡെൽറ്റ വാല്യൂ 0.45. സോ ഈ 0.3287 പ്ലസ് 0.45. സോ നമുക്ക് പുതിയ ഡെൽറ്റ വാല്യൂ കിട്ടി 0.77. അതായത് 24,600 നിന്ന് മാർക്കറ്റ് 24,800 മൂവ് ചെയ്യുമ്പോൾ ഈ 24,650 0.45 ആയിരുന്ന ഡെൽറ്റ നേരെ എങ്ങനെ മാറും, 0.77 മാറും. അപ്പോൾ നമുക്ക് പുതിയ ഡെൽറ്റ വാല്യൂ കിട്ടിയേ. ഇനി നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തൂടെ, ഈ പ്രീമിയം ടാർഗറ്റ് അപ്പോൾ നമുക്ക് എത്ര വരും, 200 ഇൻറ്റു 0.77. സോ 154 പോയിൻറ്റ്സ് നമുക്കവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആദ്യം എത്ര ആയിരുന്നു റഫായിട്ട് എടുത്തത്, 90 പോയിൻറ്റ്സിൻ്റെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു നമ്മൾ റഫായിട്ട് നമ്മൾ എടുത്തിരുന്നത്. പക്ഷേ നമുക്ക് ശരിക്കും എത്ര പോയിൻ്റാണ് കിട്ടുന്നത്, 154 പോയിൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 24,600 നിന്നും 24,800 മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ ഈ 24,650 കോൾ ഓപ്ഷൻ്റെ 59 രൂപ വില ഉണ്ടായിരുന്ന പ്രീമിയം എത്ര രൂപയിലേക്ക് മാറും, ടാർഗറ്റ് പോയിൻറ്റ് ഇൻറ്റു ന്യൂ ഡെൽറ്റ പ്ലസ് ബൈ പ്രീമിയം. സോ ടാർഗറ്റ് പോയിൻറ്റ് നമുക്ക് എത്ര ആയിരുന്നു, 90 ഇൻറ്റു ന്യൂ ഡെൽറ്റ എത്രയാണ് 0.77 പ്ലസ് ബൈ പ്രീമിയം. നമ്മൾ ബൈ ചെയ്ത പ്രീമിയം എത്ര രൂപയ്ക്കാണ്, 59.45. സോ 200 ഇൻറ്റു 0.77 പ്ലസ് 59.45 ഈസിക്കൽ ടു 213.45. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ 59.45 രൂപ വിലയുണ്ടായിരുന്ന ഈ പ്രീമിയം മാർക്കറ്റ് 200 പോയിൻറ്റ് മേളിലേക്ക് യാത്ര ചെയ്തപ്പോൾ ആ പ്രീമിയം എത്ര രൂപയിലേക്ക് മാറി, 213.45 രൂപയിലേക്ക് മാറി. സോ ഈ കാൽക്കുലേഷൻ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്കൊരു ഫിക്സഡ് ടാർഗറ്റ് അല്ലെങ്കിൽ എക്സാക്ട് ടാർഗറ്റ് നമുക്ക് ഈ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സോ ഇതാണ് ഗാമയുടെ യൂസ് എന്ന് പറയുന്നത്. നിങ്ങളിത് ജസ്റ്റ് കണ്ടിട്ട് പോകുന്നു എന്നല്ലാതെ നിങ്ങളൊരു ഓപ്ഷൻ്റെ ഒരു ഇതെടുത്തിട്ട് ഓപ്ഷൻ്റെ ഒരു ചാർട്ട് എടുത്തിട്ട് നിങ്ങൾ അതിലെ ഗാമയും ബാക്കി ഇതുപോലെ ഡെൽറ്റയും അടയാളപ്പെടുത്തിയിട്ട് നിങ്ങളിത് തന്നെ ഒരു 100 പോയിൻറ്റ് അല്ലെങ്കിൽ ഒരു 300 പോയിൻറ്റ് മൂവ് ചെയ്യുമ്പോൾ ഈ പ്രീമിയം എത്ര രൂപയൊക്കെ എത്താം എന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. അത്യാവശ്യം കാൽക്കുലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെ ജസ്റ്റ് സ്കാൽപ്പ് ചെയ്യുന്നവരൊന്നും ഇത് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് ആ ഡെൽറ്റയുടെ വാല്യൂ വെച്ചിട്ട് നിങ്ങൾക്കൊരു റഫ് ടാർഗറ്റ് മനസ്സിലുണ്ടായാൽ മതി. പക്ഷേ എക്സാക്റ്റ് ഇത് അറിയണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഇതാണ് അതിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ നമുക്ക് അടുത്ത ടേം ഏതാണെന്ന് നോക്കാം. അടുത്ത ടേമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീറ്റ. സോ തീറ്റ വളരെ വില്ലനാണ്. ഒരു ഓപ്ഷൻ ബയറിൻ്റെ ഏറ്റവും വില്ലൻ എന്ന് പറയുന്നത് തീറ്റയാണ്. അതിൻ്റെ റീസൺ നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് ആർ ഡീക്കേയിങ് അസറ്റ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഓപ്ഷൻ എന്ന് പറയുന്നത് ഡീക്കേയിങ് അസറ്റ്സ് ആണ്. കാര്യം ഒരു എക്സ്പയറി നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് ആ എക്സ്പയറിയോട് അടുക്കും തോറും ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് എല്ലാം 0 ആയി പോകേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് ഡീക്കേയിങ് സംഭവിക്കാറുണ്ട് അസറ്റ്സിൽ. അപ്പം വിച്ച് മീൻസ് ദാറ്റ് ഓപ്ഷൻ പ്രൈസസ് ഡിക്രീസസ് ഓവർ ടൈം ഓൾ എൽസ് ബീങ് ഈക്വൽ. അതായത് ബാക്കി നമ്മുടെ അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂ ഈക്വൽ ആണ്. അത് ജസ്റ്റ് 50 പോയിൻറ്റ് മേളിലേക്ക് കയറി 50 പോയിൻറ്റ് താഴേക്ക് വന്നു, വീണ്ടും 50 കയറി 50 ഇറങ്ങി, ആ ഒരു ഒറ്റ പോയിന്റിൽ തന്നെയാണ് നമ്മുടെ ഒറ്റ പ്രൈസിൽ തന്നെയാണ് ഓപ്ഷൻ്റെ അണ്ടർലൈങ് അസറ്റ് നിൽക്കുന്നതെങ്കിൽ, പക്ഷേ ഈ പ്രീമിയത്തിൻ്റെ പ്രൈസ് അങ്ങനെ ഒറ്റ ലൈനിൽ തന്നെ നിൽക്കില്ല, ഒറ്റ വാല്യൂ തന്നെ നിൽക്കില്ല. അതെന്ത് സംഭവിക്കും, അതിന് ഡീകേ സംഭവിക്കും, കുറച്ച് പോയിന്റ്സ് നമുക്ക് അവിടെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഓപ്ഷൻ ബൈയിങ്ങിൽ നമ്മൾ വിജയിക്കാത്തതിൻ്റെ മറ്റൊരു റീസൺ ഓപ്ഷൻ ഡീക്കേയും കൊണ്ടാണ്. ആൻഡ് options theta estimates how much the price of an option will decrease with the passing of one day. Since options are decaying assets, theta benefits option sellers. Option buyers, however, require the underlying asset to move by a lot to capture the premium paid for theta. അപ്പം നിങ്ങൾക്കറിയാം ഓരോ ഓപ്ഷൻ ബയ്യർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ വിലയിൽ നിന്ന് വാങ്ങി വലിയ വിലയിൽ വിറ്റാൽ മാത്രമേ നമുക്ക് ലാഭം കിട്ടുകയുള്ളൂ. പക്ഷേ ഒരു ഓപ്ഷൻ സെല്ലറിന് നേരെ റിവേഴ്സലാണ്. അവർ വലിയ പ്രൈസിൽ അവർക്ക് വിറ്റിട്ട് താഴ്ന്ന പ്രൈസിൽ അവർക്ക് തിരിച്ച് ബൈബാക്ക് ചെയ്യുമ്പോഴാണ് അവർക്ക് പ്രോഫിറ്റ്. അവരാദ്യം സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ വില മാർക്കറ്റ് മൂവ് ചെയ്തില്ലെങ്കിലും ടൈമിനനുസരിച്ച് കുറയാറുണ്ട്. എങ്കിൽ ഇതൊരു ഓപ്ഷൻ സെല്ലറിന് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ലേ.
അവർക്ക് മാർക്കറ്റ് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് വൈസ് പോയാലും ഓപ്ഷൻ്റെ വില കുറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വില കുറയുന്നതോറും അവർക്ക് ലാഭമാണ്. അതുകൊണ്ടാണ് പറയുന്നത് തീറ്റ എപ്പോഴും ഒരു ഓപ്ഷൻ സെല്ലറിന് ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള കാര്യവും ഒരു ഓപ്ഷൻ ബയ്യറിന് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. സോ ദിസ് റീസൺ ഓപ്ഷൻ കോൺട്രാക്ട് സെല്ലേഴ്സ് ആർ സെറ്റ് ടു ബി പോസിറ്റീവ് തീറ്റ, വൈൽ ഓപ്ഷൻ സെല്ലേഴ്സ് ആർ, ഇവിടെ ഓപ്ഷൻ ബയ്യേഴ്സ് ആണ്, ഇവിടെ ബയ്യേഴ്സ് ആർ സെറ്റ് ടു ബി നെഗറ്റീവ് തീറ്റ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. If the value of an option is 7.50 and the option has a theta of 0.2, അപ്പോൾ ഒരു ഓപ്ഷന് 7 രൂപ 50 പൈസ വിലയുള്ള ഒരു ഓപ്ഷൻ, അതിൻ്റെ തീറ്റ എന്ന് പറയുന്നത് 0.2 ആണെന്നിരിക്കെ ഒരു ദിവസം ട്രേഡ് ചെയ്ത് കഴിഞ്ഞു പോയി ഈ അണ്ടർലൈങ് അസറ്റ് സെയിം പ്രൈസിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഓപ്ഷൻ്റെ വാല്യൂ ഈ ഒരു 0.2 ഇതിൽ നിന്ന് മൈനസ് ആയിട്ട് 7.48 മാറും. അടുത്ത ദിവസവും ഇതിങ്ങനെ തന്നെ സംഭവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ 7.48 എന്നുള്ളതിൽ നിന്ന് വീണ്ടും ഒരു 0.2 മൈനസായി 7.46 എത്തും. മനസ്സിലാവുന്നുണ്ടല്ലോ? അണ്ടർലൈൻ പ്രൈസ് മൂവ് ചെയ്യുന്നില്ല. അത് ജസ്റ്റ് സൈഡ് വൈസ് ആയിട്ട് ഒരു 10 പോയിന്റ് കയറി 10 പോയിന്റ് ഇറങ്ങിയിട്ട് ഒരേ ലൈനിൽ തന്നെയാണ് നിൽക്കുന്നത് എങ്കിൽ ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ വില എന്ത് സംഭവിക്കും? കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതൊരു ഇൻഡെക്സിൻ്റെ ചാർട്ടും ഇത് അതിൻ്റെ കോൾ ഓപ്ഷൻ്റെ പ്രീമിയത്തിൻ്റെ ചാർട്ടുമാണ്. ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് 12,748 എന്ന് പറഞ്ഞ് ഈ ഒരു പോയിന്റ് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ കോൾ ഓപ്ഷന് 97 രൂപ 75 പൈസ വിലയുണ്ടായിരുന്നു. ഈ പോയിന്റാണ് ഈ പോയിന്റ്. അപ്പം ഈ 97 രൂപ വില ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇൻഡെക്സ് എന്ത് സംഭവിച്ചു? നേരെ താഴേക്ക് കുറച്ച് ഇറങ്ങി, വീണ്ടും മേളിലേക്ക് കയറി, താഴേക്ക് ഇറങ്ങി, ഇവിടെ ഇങ്ങനെ സൈഡ് വൈസ് കളിച്ചിട്ട് തിരിച്ച് വീണ്ടും മേളിലേക്ക് വന്ന് നമ്മുടെ ഈ ഒരു പോയിന്റിൽ തന്നെ തിരിച്ചെത്തി. 12,748 എന്ന് പറഞ്ഞ് ഈ ഒരു പോയിന്റിൽ തന്നെ എത്തി. പക്ഷേ കോൾ ഓപ്ഷൻ എന്ത് സംഭവിച്ചു? നോർമലി നമ്മൾക്ക് വരണമെങ്കിൽ ഇപ്പം മാർക്കറ്റ് ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി തിരിച്ച് മേളിലേക്ക് വീണ്ടും ഈ സൈഡിലേക്ക് എത്തിയപ്പോൾ ഇപ്പോൾ ഈ സൈഡിലുണ്ടായിരുന്ന പ്രീമിയം വീണ്ടും അവിടെ തന്നെ എത്തണ്ടേ. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചത്? അവിടെ വരെ എത്തിയിട്ടില്ല. ഇവിടെ നമുക്ക് എത്തിയത് 89 രൂപ 20 പൈസയിലാണ് നമുക്ക് ഇവിടെ വരെ എത്തിയത്. സോ ഇവിടെ നമുക്കൊരു 10 പോയിന്റോളം നിയർ നമുക്കിവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ 10 പോയിന്റ് എവിടെ പോയി? ആ 10 പോയിന്റ് DK ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തീറ്റയുടെ വാല്യൂ വെച്ചിട്ട് ആ ഒരു 10 പോയിന്റ് അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് ഒരു തീറ്റയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. മാർക്കറ്റ് തിരിച്ച് താഴേക്കും മേളിലേക്കൊക്കെ കളിച്ച് ആ ഒരു ലൈനിലേക്ക് എത്തിയാലും നമ്മുടെ കോൾ ഓപ്ഷൻ്റെ പ്രീമിയം ആ സൈഡിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. സോ നമ്മൾ ഇവിടെ നിന്നിട്ട് മാർക്കറ്റിൽ ഒരു കോൾ ഓപ്ഷൻ വാങ്ങുന്ന ആളാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴേ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് മാർക്കറ്റ് വീണ്ടും നമ്മൾ വാങ്ങിച്ച ഇൻഡെക്സിൻ്റെ ബൈ പ്രൈസിൽ എത്തുന്ന സമയത്ത് നമ്മൾ കോൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ അവിടെ ഒരു ലോസിലായിരിക്കും ഓടുന്നത്. നമ്മുടെ പൊസിഷൻ അവിടെ ലോസിലായിരിക്കും. കാര്യം ബാക്കിയുള്ള പോയിന്റ്സ് തീറ്റ കാരണം നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊരു സെല്ലറാണെങ്കിലോ, ഒരു സെല്ലർ ഇവിടുന്ന് സെല്ല് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അവർക്ക് എന്ത് സംഭവിക്കുന്നു? മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ അവർക്ക് ഇവിടുന്ന് താഴേക്ക് വരുമ്പോൾ അവർക്ക് പ്രോഫിറ്റ് വരുന്നു. സഡൻലി മാർക്കറ്റ് അപ്സൈഡിലേക്ക് വന്ന് ആ ഒരു ബൈ പ്രൈസിലേക്ക് എത്തി. പക്ഷേ സ്റ്റിൽ അവർ ആ ഒരു 9 പോയിന്റോളം അവിടെ അവർ പ്രോഫിറ്റിലാണ്. ഒരു ഓപ്ഷൻ സെല്ലർ അവരൊന്നുമേ ചെയ്യുന്നില്ല. അവർ നമ്മളെപ്പോലെ വാങ്ങി വിറ്റിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അവർ ഓൾറെഡി അവിടെ പ്രോഫിറ്റിലും ഒരു ഓപ്ഷൻ ബയ്യർ എന്താണ് അവിടെ ലോസിലുമാണ്. അപ്പോൾ ഇതാണ് ഒരു ഓപ്ഷൻ പ്രീമിയത്തിൽ സംഭവിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം വേഗം എന്താണെന്ന് നോക്കാം. ഇത് വലിയ റെവലൻ്റ് അല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി എന്താണെന്ന്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രീമിയം ബേസ്ഡ് ഓൺ ചേഞ്ച് ഇൻ വോളാറ്റിലിറ്റി. നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ വോളാറ്റിലിറ്റി എപ്പോഴും സംഭവിക്കാറുണ്ട്. മാർക്കറ്റ് വലിയ മൂവ്മെൻറ്റ്സ് അപ്പ് സൈഡിലേക്കും ഡൗൺ സൈഡിലേക്കും തരാറുണ്ട്. ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ്റെ റിസൾട്ട്, അതുപോലെ RBIയുടെ മോണിറ്ററി പോളിസി, ഈ സമയത്തൊക്കെ മാർക്കറ്റ് വലിയ നീക്കങ്ങൾ നീങ്ങാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പ്രീമിയത്തിന് കറക്റ്റായിട്ട് ഡെൽറ്റ അല്ലെങ്കിൽ വേഗ വെച്ചിട്ടൊന്നും മാർക്കറ്റ് ഗാമ വെച്ചിട്ടൊന്നും മാർക്കറ്റ് മൂവ് ആവില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് വേഗയുടെ ഒരു ഫാക്ടർ കൊണ്ടാണ് അവിടുത്തെ പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റ് സംഭവിക്കാനുള്ള സാധ്യതയുള്ളത്. So Vega measures the risk of change in implied volatility of underlying asset price. Higher volatility makes option more expensive. So വോളാറ്റിലിറ്റി കൂടുന്നതാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ്റെ പ്രീമിയം വളരെ എക്സ്പെൻസ് ആയിരിക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ഇലക്ഷൻ്റെ റിസൾട്ട്, ബഡ്ജറ്റ്, ഈ സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നോർമലി ഉണ്ടാകുന്നതിനേക്കാളും വളരെ കൂടുതലായിരിക്കും നമുക്ക് ഒരു പ്രീമിയത്തിൻ്റെ വില ഉണ്ടായിരിക്കുക. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വേഗയുടെ ഫാക്ടർ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. Due to change in implied volatility, Vega can increase or decrease without price changes of underlying asset. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെ പഠിച്ചു മാർക്കറ്റ് ഒരു പോയിന്റിൽ നിന്നും മേളിലേക്ക് പോകുമ്പോൾ കോൾ ഓപ്ഷൻ്റെ വില കൂടും, താഴേക്ക് വരുമ്പോൾ പുട്ട് ഓപ്ഷൻ്റെ വില കൂടും. പക്ഷേ അത്രയും മൂവ്മെൻറ്റ് സംഭവിക്കാതെ തന്നെയും ഈ പ്രീമിയത്തിൻ്റെ വില വളരെ ഈ ചില സമയത്ത് സ്പൈക്കൊക്കെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് എക്സ്പയറിയോട് എടുക്കുന്ന സമയത്ത് നമ്മൾ 0 ഒക്കെ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പൈക്കുകളുണ്ടല്ലോ, ആ സ്പൈക്ക് സംഭവിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ വേഗയുടെ ഫാക്ടർ കൊണ്ടാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇനി മനസ്സിലാവും സ്പൈക്ക് സംഭവിക്കുക. അതായത് ഇപ്പം 0.5 തന്നെ ഡെൽറ്റ വാല്യൂ ഉള്ള പ്രീമിയം 100 പോയിൻറ്റ് മാർക്കറ്റ് അപ്സൈഡിലോട്ട് കയറുമ്പം ഇതും 100 പോയിൻറ്റും അല്ലെങ്കിൽ അതിന് മേളിലും കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വേഗയുടെ ഒരു ഫാക്ടർ കൊണ്ടാണ്. വേഗ ഫോൾസ് ആസ് ദ ഓപ്ഷൻ ഗെറ്റ്സ് ക്ലോസർ ടു എക്സ്പയറി. സോ എക്സ്പയറി സമയത്ത് ഈ വേഗ വളരെ ഫോൾ ആവുകയും ചില സമയത്ത് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയാലും നമുക്ക് പ്രീമിയം കയറാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് എക്സ്പയറി സമയത്ത്. സോ വേഗയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. അതായത് നമുക്ക് മാർക്കറ്റ് എക്സ്പയറിയോട് അടുക്കുന്ന സമയത്ത് ഡെൽറ്റയും ഇതൊന്നും വെച്ചിട്ട് മാർക്കറ്റ് ചില സമയത്ത് മൂവ് ആവില്ല. ആ ഒരു കാര്യം വേഗ കാരണമാണ് മൂവ് ആകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി എന്തുകൊണ്ടാണ് അങ്ങനെ മൂവ്മെൻറ്റ് സംഭവിക്കുക എന്നുള്ളത്. ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മനസ്സിലാവാത്തവരൊന്നുകൂടെ വീഡിയോ നന്നായിട്ടൊന്ന് വാച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാം. സോ അതുവരേക്കും എല്ലാവർക്കും ബൈ.